Good afternoon. Afternoon, ma'am. Good afternoon, ma'am. Okay. നിങ്ങൾ പ്രേയർ എല്ലാം കഴിഞ്ഞോ? Yes, യെസ് പ്ലീസ്. ആരെങ്കിലും ഉണ്ടോ? അതൊന്നും എന്താണ് സൈലന്റ് പ്രേയർ ആണ്. ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടേണം, നേർവരും സങ്കടം ഭസ്മമായിടണം, ഇഷ്ടസംസർഗം വരാതെയായിടണം, നിഷ്ഠരായുള്ളവർ തോഴരായിടേണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ഉണ്ടാകണം, ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം. പണ്ട് ചെറുപ്പത്തിലൊക്കെ സ്ഥിരമായിട്ട് പാടുന്ന പ്രേയർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ എവിടം വരെയായി? യെസ്. എവിടെയാണ് ലാസ്റ്റ് ക്ലാസ്? സെൽഫ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞോ? മിസ്, ഞാനിവിടെ ഒരു ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫിൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് അത് എടുത്തിട്ടുണ്ടോ? ഞാൻ ഷെയർ ചെയ്യാം. മിസ്, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിക്കൂ. എനിക്ക് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പോകാൻ പറ്റത്തില്ലായിരുന്നേ. അപ്പം അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ട്രെയിനിങ്ങിന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവർക്ക് ഡെമോ ക്ലാസ് എടുത്ത് കാണിച്ചാൽ മതിയാവോ? വൈവ ടൈമിൽ അത് ടീച്ചർ പറയും നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് അത് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ. മാം, ഇതുവരെ അസൈൻമെന്റ്സ് ഒന്നും കറക്റ്റ് തന്നില്ലായിരുന്നു കേട്ടോ. അസൈൻമെന്റ് കറക്റ്റ് ചെയ്യാനും ക്ലാസ് എടുക്കാനും ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കാനും. ഓക്കെ, സോ ശരിക്കും ടൈം കിട്ടുന്നില്ല. ഓരോ മാസവും പുതിയ ബാച്ചും ഓരോ ബാച്ചിന്റെ എക്സാംസും അല്ലേ. അതുകൊണ്ടാണ്. അതിനെ കുറിച്ചൊത്ത് ബോധർ ചെയ്യണ്ട കേട്ടോ. ടെൻഷൻ വേണ്ട. അസൈൻമെന്റ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ വൈവ ടൈമിൽ നിങ്ങളുടെ അസൈൻമെന്റ് വാല്യൂ ചെയ്യും. ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് എന്നല്ലേ പറഞ്ഞേ? അതെ മിസ്സേ, 131 പേജ് നമ്പർ.
Okay, development of community life. മറിയ മോണ്ടിസോറി ജനിച്ചത് ഏതൊരു കാലഘട്ടത്തിലാണെന്നറിയാമോ? ജനിച്ച ആ ഒരു നൂറ്റാണ്ട് 19th സെഞ്ചുറി ആയിരുന്നു മറിയ മോണ്ടിസോറി ജനിച്ച നൂറ്റാണ്ട്. അപ്പൊ ഇത്രയും കാലങ്ങളായിട്ടും ഈ മെത്തേഡ് കൂടുതൽ പോപ്പുലർ ആവുകയായിരുന്നു. അപ്പൊ 19th സെഞ്ചുറിയിൽ അന്ന് ഇതുപോലെയുള്ള ഫെസിലിറ്റീസ് കുറവാണ്, ലൈക്ക് ഡിജിറ്റൽ വേൾഡിന്റെ ഫെസിലിറ്റീസ് കുറവാണ്. പക്ഷെ ആ ഒരു 19th സെഞ്ചുറിയിൽ അവരുടെ ഇൻസൈറ്റ് അത്രയും ഉണ്ടായിരുന്നു. അവരതിനനുസരിച്ച് കുട്ടികളിലെ ഓരോ ഏജിലും ഓരോ കുട്ടിക്കും അനുസരിച്ച് എങ്ങനെയാണ് ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ആ ഒരു എൻവയോൺമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതെല്ലാം അവർക്കുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് ശരിക്കും ഉണ്ടായിരുന്നു. ഒരു എക്സൈറ്റിംഗ് മെത്തേഡ് ഓഫ് ലേണിംഗ്, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ് ഈ ഒരു മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അവര് ഡിസൈൻ ചെയ്ത ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റില്, ആ ഒരു ചിൽഡ്രൻസ് ഹൗസില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള മോണ്ടിസോറി സ്കൂളുകളിലൊക്കെ ആ ഒരു രീതിയിലൊന്നും പ്രിപ്പറേഷൻസ് അത്രയും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നറിയില്ല. ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു, ആ ഗാർഡനിൽ ഷെൽട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് കളിക്കാം, അതുപോലെ തന്നെ ഷെൽട്ടേഴ്സിൽ പോയിട്ട് ഉറങ്ങാം, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഔട്ട്സൈഡില് ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഓപ്പൺ എയറിൽ ജീവിക്കുന്ന പോലെ. അറ്റ് ദ സെയിം ടൈം റെയിനിൽ നിന്നും സണ്ണിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഷെൽട്ടേഴ്സും അവിടെ ഉണ്ടായിരുന്നു. സറൗണ്ടിങ്സും അവിടുത്തെ ലേണിംഗ് മെറ്റീരിയൽസും റൂംസും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. ഒരു സ്പെഷ്യലി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിരുന്നു ശരിക്കും മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ആ ഒരു ചിൽഡ്രൻസ് ഹൗസ് എന്ന് പറയുന്നത്. എന്റെ ടെക്സ്റ്റ് കേട്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. പിക്ചേഴ്സ് ഒക്കെ ഉണ്ട് എന്റെ ടെക്സ്റ്റില്, മെറ്റീരിയൽസിനെ കുറിച്ചും ആ ഒരു എൻവയോൺമെന്റിനെ കുറിച്ചും പുറത്തുള്ള ഗാർഡനെ കുറിച്ചൊക്കെ ഉള്ള. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ക്ലിയർ ആവില്ല, അത് ഞാൻ കൂടുതൽ കാണിക്കേണ്ടത്. ഗാർഡനിലെ ഷെൽട്ടർ നല്ല രസമുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചറിനെ കാണിക്കാൻ വെച്ചിട്ടായിരുന്നു. സോ നമ്മള് ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലേ? ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ കുറിച്ചും അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രീഡം, കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആകുന്നതും അവർ ആ എൻവയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യുന്നതും അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് റെസ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രീഡം എന്നുള്ളതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറയുക തന്നെ ചെയ്തു. അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തത്. അവിടെ ഫ്രീഡം കൊടുത്തു, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. അപ്പൊ ആ ഒരു ഫ്രീഡത്തെയാണ് അവർ പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ. അതെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചും അതിന്റെ ബേസിക് റൂൾസും അതിന്റെ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സും, നമ്മൾ ഈ ഫണ്ടമെന്റൽ ലെസൺസ് കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് വേണം ഫണ്ടമെന്റൽ ലെസൺസ് കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട്
പുതിയൊരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് 3 പീരീഡിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു രീതി പറഞ്ഞിരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് 2 പീരീഡ്സിൽ ചെയ്യാം, 4 പീരീഡ്സിൽ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. വരുന്ന കുട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് മെറ്റീരിയലിനനുസരിച്ചും എത്ര പീരീഡ് ആയിട്ട് ആ ഒരു ആക്ടിവിറ്റിയെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഓരോന്നും ചെയ്യുമ്പോഴും കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് വരുന്നത്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. അത് ഫുൾ ഒന്ന് വായിക്കാമോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് ആ കമ്മ്യൂണിറ്റി ലൈഫ് ഡെവലപ്മെന്റിന്റെ ഓരോരോ ലെവൽസ് പറയുന്നുണ്ട്. ആ 3 മുഴുവനും വായിക്കാം. ആരാ റീഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള? Development of community life. Children in the Montessori Children in the Montessori environment work graciously. They cooperate and provide moral help to each other. This development is aided by several key elements in the Montessori method. Firstly, a sense of ownership. All the children in the classroom have a sense of ownership and responsibility. Everything in the class is child-sized and geared to their physical, psychological, and emotional needs. Children maintain the order for the day. Second, responsibility. The children begin to feel for each other. Children in a Montessori environment provide moral help to other children. They provide complementary help to other children. Children are also given freedom in their social reactions. Through his freedom, the child's natural interest in others and desires help them grow spontaneously. Third, the incorporation of children of different ages in each class. A typical Montessori classroom consists of 25 children, with 1/3 of the 3-year-olds, 1/3 of the 4-year-olds, and 1/3 of the 5-year-olds. The intense or a mixed age group provides children opportunity to help each other and team build. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. നമ്മൾ ഈ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് കുട്ടികളുടെ നീഡ്സും അവരുടെ ഡെവലപ്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്തത്. ഇനി അവരൊരു കൊച്ചുകുട്ടിയാണെങ്കിലും അവരൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതാണ്. അപ്പൊ അവരുടെ കമ്മ്യൂണിറ്റി ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ ഒരു എൻവയോൺമെന്റിന്റെ റോള്, അതാണ് നമ്മൾ പറഞ്ഞത്. ഓൾറെഡി സൊസൈറ്റി ഓഫ് കൊഹീഷനിൽ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഹാർമോണിയസ് ആയിട്ടുള്ള രീതിയിൽ അവര് മ്യൂച്വൽ ഹെൽപ്പ് അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നു, റെസിപ്രോക്കൽ ഹെൽപ്പ് വരുന്നു, മ്യൂച്വൽ ലവ് അങ്ങനെയുള്ളതും, പിന്നെ കോപ്പറേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ആ ഒരു സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്നുള്ള രീതിയിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ, വർക്ക് ചെയ്യുന്ന കുട്ടികൾ മീൻസ് അവരെ സംബന്ധിച്ച് അവര് കളിക്കുന്ന പോലെയാണ്. പക്ഷെ അവര് ത്രൂ ഓരോ വർക്കും അവർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, അവരുടെ ഓരോ ഡെവലപ്മെന്റും നടക്കുകയാണ്, ഓരോ ലെവലിലുള്ള ഡെവലപ്മെന്റ് സ്റ്റേജസും അവിടെ പോസിബിൾ ആകുന്നുണ്ട്. അവര് പല തവണ കോപ്പറേറ്റ് ചെയ്യുന്നു. കോപ്പറേഷൻ അത് ഒരു ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ വരുമ്പോൾ അവർക്ക് കിട്ടുന്നതാണ് സഹകരണ മനോഭാവം എന്നൊക്കെ നമ്മൾ പറയണോ അല്ലെ. കോപ്പറേഷൻ, ഒരു മോറൽ ഹെൽപ്പ്, അവർ ടു ഈച്ച് അതർ, പരസ്പരം അവർ ഹെൽപ്പ് ചെയ്യുന്നു നല്ല രീതിയിൽ. അങ്ങനെ മോണ്ടിസോറി മെത്തേഡിലെ പല കീ എലമെന്റ്സ് ആണ് ഇവരെ ഈ രീതിയിലാക്കി മാറ്റുന്നത്. ഇങ്ങനെ കോപ്പറേഷൻ, കോപ്പറേറ്റീവ്, അവർ തമ്മിൽ വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും. അവർ മ്യൂച്വൽ ഹെൽപ്പ്, ആ മോറൽ ഹെൽപ്പ് കൊടുക്കുന്നു. അതെല്ലാം നടക്കുന്നത് ഈ മോണ്ടിസോറി എൻവയോൺമെന്റില്, മോണ്ടിസോറി മെത്തേഡില് പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവർക്കൊരു സെൻസ് ഓഫ് ഓണർഷിപ്പ്, റെസ്പോൺസിബിലിറ്റി, അതാണ് ഫസ്റ്റ് അവരിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അവരൊരു കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് പ്രാപ്തരായി, ഭാഗമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നതിൽ ഫസ്റ്റ് അവരിൽ ഉണ്ടാകുന്ന ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. ആ ഒരു ക്ലാസ് റൂമിലുള്ളതെല്ലാം ചൈൽഡ് സൈസ്ഡ് ആണ്. കുട്ടിക്കൊരു ഒരാളോട് ചെന്ന് എനിക്ക് ആ മുകളിൽ ഇരിക്കുന്ന ഒന്ന് എടുത്തു തരുമോ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം ചൈൽഡ് സൈസ്ഡ് ആണ്. തന്നെ പോയി എടുക്കാൻ പറ്റും. അപ്പൊ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, അവർക്ക് തന്നെ പോയി എടുക്കാം. സോ ദാറ്റ് മീൻസ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് എന്നൊരു ഫീല് കുട്ടിക്ക് വരും. ആരോ ഷെയർ ചെയ്യണ്ടായി ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത്, ഈ പിങ്ക് ടവർ ചാർട്ട് പേപ്പറിലാണല്ലോ ചെയ്തത്, നമ്മൾ അതിന്റെ റിപ്ലിക്കാണ് ഉണ്ടാക്കുന്നത്. വുഡൻ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ചാർട്ട് പേപ്പറിൽ ഇത് പിങ്ക് ടവർ ചെയ്ത് കൊണ്ട് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് സ്റ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യമായിട്ട് അവര് ചെയ്തപ്പോ ഈ ചാർട്ട് പേപ്പർ അല്ലേ, പെട്ടെന്ന് തന്നെ അത്
അത് ഡീഫോർമേഷൻ സംഭവിച്ചു പോകും. അത് പലരുടെയും നാശമായി പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെ പറയുമായിരുന്നു കുട്ടികളുടെ അടുത്ത്. അവരവരുടെ മാക്സിമം എഫേർട്ട് യൂസ് ചെയ്തിട്ടാണ് ഓരോന്നും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ചാർട്ട് പേപ്പറിൽ ഉണ്ടാക്കിയ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ്ലെസ് ആണ്, അധികം വെയിറ്റ് ഇല്ല. അതിനെ നമുക്ക് പതുക്കെ ഇത്തിരി സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയൊരു വുഡൻ ബ്ലോക്ക് എടുക്കുന്ന പോലെ അത്രയും ഫോഴ്സ് കൊടുത്ത് എടുക്കുമ്പോൾ അത് മുഴുവനും നാശമായിട്ട് പോകും. കുട്ടികൾക്ക് അറിയില്ല, അവരതങ്ങനെ എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ ട്രെയിനി പറഞ്ഞു സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് നാളെ മറ്റു ദിവസങ്ങളിലൊക്കെ കളിക്കാനുള്ളതല്ലേ, അപ്പൊ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അത് നാശമായിട്ട് പോകുന്നു പറഞ്ഞപ്പോൾ കുട്ടികൾ വളരെ സൂക്ഷിച്ച് അത് ജെന്റലായിട്ട് അവർ സോഫ്റ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു. അപ്പൊ അവർക്ക് ആ ഒരു സെൻസ് ഓഫ് ആ മെറ്റീരിയലിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ മെറ്റീരിയൽ ഞങ്ങൾക്ക് നാളെയും കളിക്കാൻ വേണം എന്നുള്ള ആ ഫീല് വന്നതുകൊണ്ടാണ് അവരതിനെ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തത്. അടുത്ത ദിവസവും കളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കുറെ കളിച്ചു കഴിഞ്ഞപ്പോൾ അവര് തിരിച്ച് ഈ സാധനം കൊടുത്തത്. അപ്പൊ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. ദാറ്റ് സെൻസ് ഓഫ് ഓണർഷിപ്പ് ഞങ്ങൾക്കുള്ളതാണ്. അപ്പൊ ആ ഒരു അതിന് റെസ്പോൺസിബിലിറ്റി, അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, ആ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാം അവരിൽ വന്നു. പിന്നെ അവരുടെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ചിൽഡ്രൻ മെയിൻറ്റെയിൻ ദ ഓർഡർ ഫോർ തിങ്. ആ ഒരു ദിവസം അവരെ സംബന്ധിച്ച് പിങ്ക് ടവർ ആണെങ്കിൽ ആ പിങ്ക് ടവറിനോടുള്ള അവരുടെ ഇഷ്ടം, ആ ഒരു റെസ്പെക്ട്, അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു. അപ്പൊ സ്വയം ആ ഒരു സന്തോഷവും അങ്ങനെയെല്ലാം അവരുടെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എല്ലാം അവിടെ മീറ്റ് ചെയ്യാൻ. അതേസമയം അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. അവരുടെ ഇമോഷണൽ നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യില്ല. അവരൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ട് അതൊന്ന് തൊടാൻ പോലും അവർക്ക് അനുവാദം കിട്ടിയില്ലെങ്കിൽ അത് അവരെ ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആക്കും. സെക്കൻഡ്, ഓണർഷിപ്പിനകത്ത് നമ്മൾ പറഞ്ഞ സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി. ചിൽഡ്രൻ ബിഗിൻ ടു ഫീൽ ഫോർ ഈച്ച് അതർ. അതായത് ഞാൻ ചെയ്തു കഴിഞ്ഞു, സോ നിനക്കും ചെയ്യണ്ടേ, ആ ഒരു ഫീല് കുഞ്ഞു കുട്ടികൾ അങ്ങനെ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു. കോംപ്ലിമെന്ററി ഹെൽപ്പ്, അതായത് എന്നെ ഇപ്പൊ ഒരാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരം വരുമ്പോൾ ഞാൻ തിരിച്ചും അയാളെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു കോംപ്ലിമെന്ററി ഹെൽപ്പ്. ആ ഒരു ഫ്രീഡം അവർക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ സോഷ്യലി ഇന്ററാക്ട് ചെയ്യാനുള്ള ഫ്രീഡം അവർക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലുണ്ട്. കുട്ടികളുടെ നാച്ചുറൽ ഇൻട്രസ്റ്റ് അത് കൂടുന്നു. മറ്റുള്ളവരിലും അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളതും അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വളർന്നുകൊണ്ടേയിരിക്കും. ഡിഫറെന്റ് ഏജസ് ആണ്. തേർഡ്ലി പറയാൻ ഡിഫറെന്റ് ഏജിലുള്ളതാണ്. ഒരു വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണല്ലോ. ഒരു ടിപ്പിക്കലി ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ 25 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 1/3 ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. 6 വയസ്സിനടുത്തുള്ള കുട്ടികളായിരിക്കും. ഒരു 4 വയസ്സൊക്കെ ഉള്ളവരായിരിക്കും 1/3 വരുന്നത്. അതുപോലെ തന്നെ ബാക്കി 1/3 ഒരു 5 വയസ്സ്, ആ ഒരു രീതിയിലായിരിക്കും ഒരു ക്ലാസ് റൂം സെറ്റ് ചെയ്യുന്നത്. അപ്പൊ 100 പേരെ അഡ്മിഷൻ എടുത്ത സ്കൂളാണെങ്കിൽ അവരതിനെ 4 ഡിവിഷൻസോ അല്ലെങ്കിൽ 3 ഡിവിഷൻസോ ആക്കി മാറ്റും. ഈ രീതിയിൽ ഈക്വൽ നമ്പർ ഓഫ് ഏജിനനുസരിച്ചായിരിക്കും കുട്ടികളെ. അപ്പൊ 6 വയസ്സുകാര് ഈക്വൽ ആയിട്ട് 4 ക്ലാസ് ആണെങ്കിൽ 4 ക്ലാസ്, 5 വയസ്സുകാരെ, 3 വയസ്സുകാരെ, അങ്ങനെ 4 വയസ്സുകാരെ, അങ്ങനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ രീതിയിലാണ് ക്ലാസ് റൂം അവര് ഡിസൈൻ ചെയ്തത്. മിക്സഡ് ഏജ് ഗ്രൂപ്പ്, അതായത് വേർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ഏജ് ഗ്രൂപ്പ് കുട്ടികൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാനും അതുപോലെ ഒരു ടീം ബിൽഡും, സീനിയേഴ്സിൽ നിന്നും കുറെ കാര്യങ്ങൾ അവർ പഠിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു കമ്മ്യൂണിറ്റി ലൈഫിന്റെ ഡെവലപ്മെന്റ്. അപ്പൊ ഇവര് പുറത്തേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ ഇവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് അവരുമായിട്ട് ശരിയായ രീതിയിൽ സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നു. നൈബർഹുഡിലെ കുട്ടികൾ, അവരുടെ പ്രായത്തിലുള്ളതും അവരെക്കാൾ മൂത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ ഇതേ ഒരു എൻവയോൺമെന്റ് തന്നെയായിരിക്കും സ്കൂളിലുള്ളത്. അപ്പൊ അതിനനുസരിച്ച് അവരുമായിട്ട് കണക്റ്റഡ് ആവുന്നു. നോർമൽ സ്കൂളിൽ പോകുമ്പോൾ ഈ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും അവരുടെ ആ ലൈഫിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ടീച്ചർ എന്നുള്ളതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് ഫെസിലിറ്റേറ്റർ ആക്കി. കാരണം മോണ്ടിസോറി മെത്തേഡൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടീച്ചർ എന്നുള്ളൊരു കാര്യമില്ല. ഓക്കെ, അടുത്തത് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിനെ കുറിച്ചാണ്. നെക്സ്റ്റ് വൺ, ആ ഒരു പാരഗ്രാഫ് ആരെങ്കിലും വായിക്കാമോ? മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം, പിന്നെ അവരുടെ ക്വാളിറ്റീസ്, അവരുടെ റോള്, അതൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ആ ഒരു പാരഗ്രാഫ് മാത്രം മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിനെ കുറിച്ച് വായിക്കാം. The Montessori teacher. Education is acquired not by listening to words, but by experiences in the environment. The teacher grasps and individualism that makes each child wonderfully different. She helps develop and nurture the light of child.
light of each child, as stated by Dr. Montessori. The Montessori teacher plays an important role in the Montessori environment. The children and the new teacher unite to form inseparable parts of a single educational whole, which is a dynamic and continuous process of development for both of them. It would perhaps be truer to describe it as a single social whole rather than an educational role. ഓക്കെ സോ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ചുമ്മാ കുറെ ഇങ്ങനെ ലെക്ചർ നോട്ട്സ് പോലെ ഇങ്ങനെ കേൾക്കുന്നതല്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഒരു ലേണിംഗ് പ്രോസസ്സാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയാം അല്ലെ. ആ ഒരു എക്സ്പീരിയൻസ് അതൊരു എൻവയോൺമെന്റിൽ നിന്നാണെങ്കിൽ നമ്മൾ ലേൺ ചെയ്യുന്ന എൻവയോൺമെന്റ്, ആ ഒരു സിറ്റുവേഷൻ, ആ ലേണിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ലേണിംഗ് സിറ്റുവേഷനിൽ നിന്നും നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ട് കണക്റ്റഡ് ആണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അവരെപ്പോഴും കുട്ടികളെ ഓരോരുത്തരെയും ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ അവരെ കാണും. അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കും. ഓരോ കുട്ടിയും യുണീക്ക് ആണെന്ന് തിരിച്ചറിവ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഉണ്ടാവും. അപ്പൊ ഈ ഓരോ കുട്ടിയുടെയും ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. അപ്പൊ അതിനുവേണ്ടി അവരെ ഡെവലപ്പ് ചെയ്യാൻ, നർച്ചർ ചെയ്യാൻ, അവരുടെ ഉള്ളിലുള്ള ആ ലൈറ്റ് അതിനെ നല്ലപോലെ ബ്രൈറ്റ് ആക്കാൻ, ഇതൊക്കെയാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ നോക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് റോള് തന്നെയാണ് ഈ ഒരു മോണ്ടിസോറി എൻവിയോൺമെന്റിലെ ഇമ്പോർട്ടന്റ് റോള് തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ആള് ഫുൾ ടൈം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ആ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ടഫായിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ ആ ഒരു ഒബ്സർവേഷനിലൂടെ കുട്ടിക്ക് എന്താണ് നീഡ്, അവന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് ഏതാണ്, ആ ഒരു ഡെവലപ്മെന്റിൽ അവൻ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ട്, ഇതെല്ലാം അവർ ത്രൂ ദിസ് ഒബ്സർവേഷൻ ആണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ മനസ്സിലാക്കുന്നത്. ഈ കുട്ടികളും ഈ പുതിയ ഫെസിലിറ്റേറ്ററും കൂടെ ഒരുമിച്ച് ചേർന്ന് അവരൊരു ഇൻസെപ്പറബിൾ പാർട്സ്, തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിംഗിൾ ആയിട്ട് രണ്ടുപേരും കൂടെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെയും ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ആ ഒരു ലേണിംഗ് എൻവിയോൺമെന്റിൽ നിന്ന്. അത് വളരെ ആക്റ്റീവ് ആയിരിക്കും, ഡൈനാമിക്, വളരെ ആക്റ്റീവാണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നൊന്നുമില്ല. രണ്ടുപേരുടെയും ഒരു ആക്റ്റീവ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. രണ്ടുപേരുടെയും ഡെവലപ്മെന്റ് ആണ് ശരിക്കും ഈ ഒരു എൻവിയോൺമെന്റ് നടക്കുന്നത്. അതാണ് നമ്മൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ കാര്യം പറഞ്ഞത്. അപ്പൊ ഫെസിലിറ്റേറ്ററിന്റെ ആ ഒരു റോളൊക്കെ ഇനി വരുന്നുണ്ട്. പക്ഷെ ശരിക്കും അവര് ആ കുട്ടിക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറുതെ കുറെ ലെക്ചർ വേർഡ്സ് അല്ല, ആ കുട്ടിയെ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്നു. പല ആക്ടിവിറ്റീസ്, എക്സസൈസസ് എല്ലാം ചെയ്യിച്ച് അതിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്താണ് ഈ ലേണിംഗ് പ്രോസസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. കുറേ പറയുന്നുണ്ട്. ക്വാളിറ്റീസ് ഓഫ് പ്രീ സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അസൈൻമെന്റിൽ എഴുതിയിട്ടില്ലേ? ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. മോണ്ടിസോറി എൻവിയോൺമെന്റിലുള്ള ആ ഒരു ഫെസിലിറ്റേറ്റർ ആളുടെ ക്വാളിറ്റീസ് എന്തായിരിക്കും? ഒരു ലവ് ആൻഡ് സാക്രിഫൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നുണ്ട്. 1, 2, 3, 4, 5th പാരഗ്രാഫ് ആണ് തോന്നുന്നു. ചെറിയ ചെറിയ പാരഗ്രാഫ്സ് ആയതുകൊണ്ട് അത് വരെ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കാമോ? Qualities of a Montessori teacher. One of the most notable differences between Montessori teachers and traditional teachers is the gigantic trust Montessori teachers place in the developmental abilities of the children. It takes a vast amount of faith to follow the child. It is so much easier to say to the children, follow where I lead and no one will get lost. Nonetheless, with careful observation and planning, Montessori teachers remain continually alert to the direction each child is heading and actively work to help them prevail. The teacher must be a growing person. She must be involved in the process of becoming a person who has a pragmatic knowledge of self and be able to reflect objectively on one's own capabilities and behavior.
The development of self-knowledge is the first step towards becoming a good Montessori teacher. The real preparation for education is the study of one's self. The training of the teacher who is to help life is something far more than the learning of ideas. It includes the training of character. It is a preparation of the spirit. Montessori felt that a good Montessori teacher must always comprehend his or her relations with the children. She needs to understand what it is that stands in the way between an adult and a child. The adult has become egocentric in relation to the child, not egoistic but egocentric. Thus, he considered everything from the standpoint of its reference to himself and so misunderstands the child. It is this point of view that leads to a consideration of the child as an inert and incapable being for whom everything must be done, as a being without. Finally, the adult acts through he were the child's creator and considers good and evil in the child's actions from the standpoint of relation to himself, and in adopting such an attitude, which a conviction of ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റീസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. നമ്മൾ പറഞ്ഞു വന്നു, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, നിങ്ങളത് കാണിക്കാനും തുടങ്ങി, ആൻഡ് കുട്ടികൾ നിങ്ങൾ ഫോളോ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ഈവൻ അതൊരു പക്ഷേ വീട്ടിലെ ആ ഒരു ലിമിറ്റഡ് കുട്ടികൾ വെച്ചായിരിക്കാം, നമ്മുടെ നൈബർഹുഡിലെ ആയിരിക്കാം, ട്യൂഷൻ എടുക്കുന്ന കുട്ടികളായിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികളുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ആ ക്വാളിറ്റീസ് നിങ്ങളിൽ എല്ലാവരിലേക്കും വന്നു കഴിഞ്ഞു. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റീസ്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ സാധാരണ ട്രഡീഷണൽ ടീച്ചേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ഒരു കുട്ടികളുമായിട്ടൊരു ജൈജാന്റിക് ട്രസ്റ്റ്, വളരെ വലിയ ഒരു നമ്മളൊരു തന്നെ സൈസ് വെച്ച് പറയുമ്പോൾ വളരെ ഭീമാകാരമായെന്ന് പറയുന്ന പോലെയാണ് ജൈജാന്റിക് ട്രസ്റ്റ്. ഭയങ്കര വിശ്വാസം എന്ന് നമ്മൾ മലയാളത്തിൽ ഭയങ്കര എന്ന് പറയില്ലേ, ദാറ്റ് ഇസ് ആ ഒരു ജൈജാന്റിക് ട്രസ്റ്റ്. കുട്ടിയുടെ ഡെവലപ്മെന്റ്, ആ കുട്ടിയുടെ കേപ്പബിലിറ്റി, കപ്പാസിറ്റി, ഇതെല്ലാം മുന്നോട്ട് വരാൻ, ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് ഏറ്റവും വളരെ ആപ്റ്റായിട്ടുള്ള റോൾ എടുത്തിട്ടുള്ള ഒരാളാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. കുട്ടിക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു ട്രസ്റ്റ് ആയിരിക്കും, ഒരു ബോണ്ടിങ്. ശരിക്കും അതിന് സമയമെടുത്ത് കാണും ആ ആളെ കുട്ടി ഫോളോ ചെയ്യാൻ തുടങ്ങും. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ പലതും കുട്ടിയെ കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ലേണിംഗ് പ്രോസസ് നടക്കുന്നത്, അല്ലാണ്ട് നിർബന്ധിച്ചൊന്നുമല്ല ചെയ്യുന്നത്. സോ കുട്ടി ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് ശരിക്കും ഈസി അല്ല. കുട്ടികളോട് ഞാൻ പറയുന്ന പോലെ കേൾക്കണം, അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കുകയല്ല. കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിലാണ് പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നത്. കുട്ടി വിചാരിക്കും ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് അവൻ ഈ ഒരു ഫെസിലിറ്റേറ്ററെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. വൺസ് ആ ഒരു കോണ്ടാക്ട് അവർ തമ്മിൽ ആയിക്കഴിഞ്ഞാൽ, ആ ഒരു ബോണ്ടിങ് ആയിക്കഴിഞ്ഞാൽ, പിന്നെ ടീച്ചർ എന്ത് കാണിക്കുന്നുവോ അത് തന്നെ അവൻ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. കുട്ടി ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അലേർട്ടായിരിക്കണം, ആക്റ്റീവായിട്ട് കുട്ടി വർക്ക് ചെയ്യാനുള്ള രീതിയിൽ. പിന്നെ ഫെസിലിറ്റേറ്റർ ഒരു ഗ്രോയിങ് പേഴ്സൺ ആയിരിക്കണം, അതായത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾക്കനുസരിച്ച് ഇവര് മാറിക്കൊണ്ടേയിരിക്കണം. ഒരു ഗ്രോയിങ് പേഴ്സൺ ആണ്. ആൾക്കൊരു പ്രഗ്മാറ്റിക് നോളജ്, പ്രാക്ടിക്കൽ നോളജ്, ആ ഒരു മെറ്റീരിയൽസ്, അതിലെ ആക്ടിവിറ്റീസ്, അതിനെക്കുറിച്ച് ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്, പ്രഗ്മാറ്റിക് നോളജ്. പിന്നെ ഒരു കുട്ടിയുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ കുട്ടികൾ യൂണീക്ക് ആണെന്നും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും അവരുടെ രീതികൾക്ക് അനുസരിച്ചും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ പെരുമാറണം നമ്മൾ പറഞ്ഞു. ആ ആള് സ്വന്തം കപ്പാസിറ്റി, സ്വന്തം കേപ്പബിലിറ്റി, ബിഹേവിയറിനെ കുറിച്ചും ബോധവാനായിരിക്കണം. ചെയ്യുന്ന ഓരോ കാര്യങ്ങള് റിഫ്ലക്ട് ചെയ്യുന്നത് ആളുടെ ഓൺ കേപ്പബിലിറ്റീസും ബിഹേവിയറും വെച്ചിട്ടായിരിക്കും. സെൽഫ് നോളജ്, അത്
ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു മോണ്ടിസോറി ടീച്ചർ ആകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അവനവനെ തന്നെ അറിയുന്നത്. നോയിങ് വൺ സെൽഫ്, അതാണല്ലോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നോയിങ് അവർ സെൽഫ്സ്. നമ്മളൊരു കോഴ്സിന് ചേരുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക എനിക്കിത് പറ്റൂ, നമുക്ക് എന്നോട് പാഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കും വലിയ കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും അല്ലെ. അതുപോലെ തന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റ് ആ ഒരു സെൽഫ് അനാലിസിസ് എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയൽ പ്രിപ്പറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തിരിച്ചറിയാന്നുള്ളതാണ്. വൺ സെൽഫ്, അവനവനെ തന്നെ തിരിച്ചറിയാം. അപ്പൊ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അത് ആദ്യം തന്നെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ഗ്രോയിങ് പേഴ്സണായി മാറുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നർ ഗൈഡാണ്. ആരുടെ ആണെങ്കിലും, കൊച്ചുകുട്ടികളുടെ ആണെങ്കിലും വലിയ ആൾക്കാരുടെ ആണെങ്കിലും ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഫോഴ്സ് ഗൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അച്ചീവ് ചെയ്യുന്നതും. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ സക്സസ് ആവില്ല, വീണ്ടും ട്രൈ ചെയ്യുന്നതും എല്ലാം അങ്ങനെയാണ്. പിന്നെ കുട്ടികളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് ഒരേപോലെ ആയിരിക്കണം. ഒരു കോംപ്രിഹെൻസീവ്, എല്ലാരെയും ഒരു ടീമായിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് വെച്ചിരുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ വേണം. അതായത് പാർഷ്യൽ ആയിരിക്കരുത്, അൺബയസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു അഡൾട്ടും ഒരു കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് അവർ മനസ്സിലാക്കിയിരിക്കണം. അഡൾട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കുട്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരും അഡൾട്ട് ആണല്ലോ. പലപ്പോഴും അഡൾട്ടിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കുട്ടികളെ അനലൈസ് ചെയ്യരുത് എന്നുള്ളത് അവർക്ക് ആദ്യമേ തന്നെ മനസ്സിലാകണം. ആ ഒരു കാര്യം ഒരു കുട്ടിക്കും അഡൾട്ടിനും ഇടയ്ക്കുള്ള കാര്യങ്ങളെ പറ്റി അവർക്ക് നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം. അഡൾട്ട് പലപ്പോഴും ഒരു സെൽഫ് ഇൻട്രസ്റ്റഡ്, ഒരു ഈഗോസെൻട്രിക് എന്നുള്ള രീതിയിലാണ്. ഈഗോയിസ്റ്റ് എന്നല്ല അതിന്റെ മീനിങ്, ഈഗോസെൻട്രിക്. കാരണം അഡൾട്ട് ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ഒരേ സ്പീഡിൽ പെട്ടെന്ന് ചെയ്യും. ഞാൻ ചെയ്യുന്ന കണ്ടില്ല, നിനക്കെന്താ ഇങ്ങനെ ചെയ്താൽ എന്നൊരു കൊച്ചിനോട് അഡൾട്ട് കോമൺലി ചോദിക്കാറുണ്ട്. അങ്ങനെ രീതിയിലുള്ള മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും അഡൾട്ടാണ്. സോ ആ രീതിയിൽ അവർ ആകരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. എപ്പോഴും ഒരു അഡൾട്ട് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡ് പോയിന്റിലായിരിക്കും, അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ചിന്തിക്കുന്നത്. കുട്ടികളെ കൺസിഡർ ചെയ്യണം, അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കണം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം എന്നുള്ള രീതിയിൽ അവരിൽ നിന്നും എന്തെങ്കിലും ഒരു സൈൻ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം ഇന്റർവെൻഷൻ നടത്തുക, അല്ലാതെ അവരെ തടസ്സപ്പെടുത്തരുത്. കുട്ടികളുടെ ഓരോ ആക്ഷൻസിലും ഗുഡ് ഈവിൾ, ഗുഡ് ബാഡ് അത് വരുമ്പോൾ ഗുഡ് ആണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാം, ബാഡ് വരുവാണെങ്കിൽ നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്ത് അത് അവരിൽ നിന്നും മാറ്റാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ പലപ്പോഴും അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കുട്ടിയെ നോക്കുകയും കുട്ടി തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് അൺകോൺഷ്യസ്ലി കുട്ടിയുടെ പേഴ്സണാലിറ്റി, കുട്ടിയുടെ കപ്പാസിറ്റി അതിനെല്ലാം തടസ്സമാവുകയാണ്. അതെല്ലാം ക്യാൻസൽ ആയി പോകുന്നത്. അഡൾട്ട്സ് എപ്പോഴും കുട്ടികളെ സ്നേഹിക്കുക, ജസ്റ്റ് ലൈക്ക് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ക്യൂരിയസ് ആക്കുക. ആ ഒരു സീൽ, ഈഗർനെസ്, ഫീലിംഗ് ഓഫ് ഈഗർനെസ്, എല്ലാം അറിയാനുള്ള ഒരു ആകാംക്ഷ, ആ ഒരു രീതിയിൽ ഒരു സ്ട്രോങ് ബിലീഫ് സെറ്റ് ചെയ്യണം. അപ്പോൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും അഡൾട്ടാണ്. വീട്ടിലുള്ള അഡൾട്ട്സ് കുട്ടികളോട് പെരുമാറുന്ന ഒരു രീതി ഉണ്ടാവും സാധാരണഗതിയിൽ. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒരു അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കാതെ കുട്ടിയുടെ കപ്പാസിറ്റി, കുട്ടിയുടെ രീതികൾ അനുസരിച്ച് അവന് ചാൻസും ഒരു എൻവയോൺമെന്റും പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ആ ഒരു ഇത് തീരുന്നവരെ കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു സെഷൻ ഉണ്ട്. അതിന് മുൻപേ വരെയുള്ള കാര്യങ്ങളൊന്ന് റീഡ് ചെയ്യാമോ? ഡോക്ടർ മോണ്ടിസോറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ്. ഞാൻ വായിക്കാം മാം. Dr. Montessori also felt that adults must aim to resist their individualistic and dictatorial attitudes towards the child and adopt a passive attitude in order to aid in his development. They must approach children with humility and recognize their role as a secondary one. The adult must recognize that he must take second place, advent all he can to understand the child and to support and help him in the development of his life. This should be the aim of a mother and a teacher.
If the child's personality is to be helped to develop, since the child is weaker, the adult with his stronger personality must hold himself in check and, taking his lead from the child, feel proud if he can understand and follow him. To understand and follow the child, the Montessori teacher must improve the desire and ability to observe him. The teacher must bring not only the capacity but the desire to observe natural phenomena. In our system, she must become a passive, much more than active influence, and her passivity shall be composed on anxious scientific curiosity and absolute for the phenomena which she wishes to observe. The teacher must understand The teacher must understand and feel her position as an observer. The activity must lie in the phenomenon. Montessori felt that a Montessori teacher should how to purify her heart. She must put on humility and above all, learn how to deserve. So, right. Okay. So, നമ്മൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവൻ ദോ ഷീസ് ആൻ അഡൽട്ട്, അവരൊരു അഡൽട്ടാണ്. പക്ഷെ ഒരു അഡൽട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടിയെ നോക്കിക്കാണുകയല്ല ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞു വന്നതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് വേണ്ടുന്നതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇന്നസെൻസ് ആണ്, അത് വളരെ ഇന്നസെൻസ് ഉള്ള കുട്ടികളാണ്. പ്യൂരിഫൈഡ് ഹാർട്ടാണ് അവർക്കുള്ളത്, പ്യുവർ സോൾസ്. അവരെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരെ പോലെ ആകുക എന്നുള്ളതും കൂടിയുണ്ട്. നമ്മളുടെ സോൾസും നമ്മുടെ ഹാർട്ടും പ്യുവർ ആയിരിക്കണം. അപ്പൊ അഡൽട്ട് എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അവരൊരു അഡൽട്ട് ആണെങ്കിലും അവർ പാസീവ് ആയിട്ടിരിക്കണം. ആക്റ്റീവ് ആയിരിക്കേണ്ടത് കുട്ടികളാണ്. ആ ഒരു രീതിയിലുള്ള ഒരു എൻവയോൺമെന്റും ചാൻസസും ഫ്രീഡവുമാണ് കുട്ടികൾക്ക് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു പാസിവിറ്റി, അവരുടെ ഈ ഒരു പാസിവിറ്റി ആയിരിക്കും കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും എല്ലാ ആളുകൾക്കും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനായിരിക്കും താല്പര്യമില്ല. അപ്പൊ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ പോകുമ്പോൾ അവിടെ നമ്മൾ ഒബ്സർവേഷൻ ആണ് കൂടുതൽ. അപ്പൊ അവിടെ നമ്മളവിടെ സർവൈവ് ചെയ്ത് പോകുന്നു. കാരണം നമ്മുടെ പേഷ്യൻസ് ഒബ്സർവ് ചെയ്യാനുള്ള നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യരുത്. ഒരു കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും വരരുത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുവാണ് കുട്ടികളെ. നമ്മൾ പല കാര്യങ്ങളും അവരെ കാണിച്ചു കൊടുക്കുന്നു. ഈവൻ ദോ അവർ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതും അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലായിരിക്കണം. അപ്പൊ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ ഒരു ക്ലാസ് റൂം പോലെയല്ല മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്, അല്ലെ? സാധാരണ ക്ലാസ് റൂമിൽ ടീച്ചർ എപ്പോഴും ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുവാണ് കുട്ടികളുടെ അടുത്ത്. പക്ഷെ ടീച്ചർ അവിടെ ആക്റ്റീവ് ആണ്, ഡോമിനന്റ് ആണ്. ഓക്കെ, ഓക്കെ. സോ ഇവിടെ പക്ഷെ കുട്ടികളാണ് വളരെ ആക്റ്റീവ്. ഈ ഒരു ഫെസിലിറ്റേറ്റർ പാസീവ് ആയിരിക്കും. ഇവരുടെ പാസിവിറ്റി, അവര് ശരിക്കും കുട്ടികൾ എന്താണ് ചെയ്യുന്നത് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. കുട്ടികൾ ശരിയായ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണോ, കാര്യം ഒബ്സർവ് ചെയ്യാന്നുള്ള വെറുതെ നിൽക്കുകയല്ലോ. നമ്മൾ ശരിയായ രീതിയിൽ ആ കുട്ടിയെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അവന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ്, ഡെവലപ്മെന്റ് സ്റ്റെപ്സ്. യെസ്, അവിടെ അണ്ടർസ്റ്റാൻഡ് തന്നെയാണ്. ആ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. UNDER. അപ്പൊ ഒരു ഒബ്സർവ് എന്നുള്ള പൊസിഷനിൽ നിൽക്കുന്നു. അങ്ങനെ ആക്ടിവിറ്റി, ആക്റ്റീവ് ആകുന്നില്ല നമ്മൾ. ശരിക്കും നമ്മുടെ ഒബ്സർവേഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ആക്റ്റീവ് ആകുന്നില്ലെങ്കിലും കുട്ടികളുമായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമ്മൾ പറഞ്ഞു, ഡെവലപ്പിംഗ് പോയിന്റ് ഓഫ് കോണ്ടാക്ടിനെ പറ്റി പറഞ്ഞു. അത് നമ്മൾ ആ ഒരു ട്രഡീഷണൽ ടീച്ചറെ പോലെ നമ്മൾ ആക്ടിവിറ്റീസ് കൊടുത്ത് അവർ തമ്മിൽ റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽസിലേക്ക്. പിന്നെയാണ് ആ കുട്ടികൾ അത് ചെയ്യുന്നത്, നമ്മൾ അങ്ങോട്ട് പാസീവായിട്ട് മാറുന്നത്, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുന്നത്. എങ്ങനെ ഹാർട്ട് പ്യൂരിഫൈ ചെയ്യണം അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം. നവമി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? Sorry, ma'am. ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ ഈ ആളുകളെ മനസ്സിലാക്കുന്നതും നമ്മളുടെ ഹാർട്ട് എങ്ങനെ പ്യൂരിഫൈഡ് ആക്കണം. കാരണം പ്യുവർ സോൾസിനെ ഡീൽ ചെയ്യുമ്പോൾ
നമ്മളുടെ ഹാർട്ടും അതുപോലെ തന്നെ പ്യൂരിഫൈഡ് ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എബോവ് ഓൾ ലേൺ ഹൗ ടു സെർവ്, എങ്ങനെ സെർവ് ചെയ്യണം, കുട്ടികളെ സെർവ് ചെയ്യുവാണ് അവർ ചെയ്യുന്നത്. കുട്ടികളെ തിരിച്ച് അവരെ സെർവ് ചെയ്യല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവര് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. കുട്ടികളെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ പലപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ചില ചലഞ്ചസ് ഒക്കെ നേരിടും. എല്ലാ കുട്ടികളും നോർമലൈസ്ഡ് ആവണമെന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ നല്ല രീതിയിൽ ചെയ്ത കുട്ടി ഇന്ന് വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ഡിസ്റ്റർബ്ഡ്, ഒരു അഗ്രസീവ്നെസ് ഒക്കെ കാണിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും ഓരോരുത്തർക്കും ഓരോ ഒരു എന്താ പറയുക, ഒരു പേജ് വെച്ച് അതിൽ ആ കുട്ടികളുടെ പ്രോഗ്രസ്സും ഓരോ ദിവസത്തെ പ്രോഗ്രസ്സും ഒക്കെ നമുക്ക് എഴുതി വെക്കാം. നമ്മൾ ടീച്ചിങ് മാനുവൽ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ എഴുതി വെക്കാം. ഓക്കെ, ഇത് കുട്ടികളുടെ ആക്ഷൻ വെച്ചിട്ട് നെക്സ്റ്റ് വൺ കോണ്ടാക്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. കയോട്ടിക് ആക്ഷൻസ്, അതായത് വൈൽഡ് ആക്ഷൻസ്, ചിലപ്പോൾ ഇങ്ങനെ ഇത്തിരി വയലൻസ് ഒക്കെ കാണിക്കുന്ന രീതിയിൽ, പറഞ്ഞാലൊന്നും അതുപോലെ ചെയ്യാതെ ഇത്തിരി വയലന്റ് നേച്ചർ. ഇപ്പോൾ രാവിലെ വീട്ടിൽ വരുമ്പം എന്തെങ്കിലും പറഞ്ഞ് വാശിയെടുത്ത് വരുന്ന കുട്ടി ആ ദിവസം അവിടെ വന്ന് ഭയങ്കര ചിലപ്പോൾ കച്ചറയാക്കും. ചില കുട്ടികൾ ആ എൻവയോൺമെന്റിൽ എത്തുമ്പോഴേക്കും ചിലപ്പോൾ മാറുമായിരിക്കും. അപ്പൊ അങ്ങനെ പല രീതിയിലും വൈൽഡ് ആക്ഷൻസ് കാണിക്കും. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യണം, നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. ഇങ്ങനെയുള്ള കയോട്ടിക് ആക്ഷൻസ്, ഈ ഒരു വൈൽഡ് ആക്ഷൻ, ഒരു വയലൻസ്, അങ്ങനെ ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു നേച്ചർ, ഈ ഒരു ബിഹേവിയർ എപ്പോഴാണ് നടന്നത്, ഏതെങ്കിലും ഒരു വർക്ക് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്താണോ, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇപ്പം അവരെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അതായത് ഒരു ഓർഡേർഡ് ആക്ടിവിറ്റി ആണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ പിങ്ക് ടവർ പോലെ അതൊരു ഓർഡറിൽ സ്റ്റാക്ക് ചെയ്യുകയാണല്ലോ. അപ്പൊ ഈ 10 ക്യൂബ്സും സ്റ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ചില കുട്ടി ഭയങ്കര സന്തോഷത്തോടു കൂടി കൂകി വിളിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ. ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം. ചില കുട്ടികൾ സ്റ്റാക്ക് ചെയ്തത് നോക്കി നിൽക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ചിലർ ഭയങ്കരമായിട്ട് കൈയടിച്ചിട്ട് അങ്ങ് കൂകി വിളിക്കും. അത് നമുക്ക് നോട്ട് ചെയ്യാം. അങ്ങനെ കുട്ടികൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം, അതാണ് ഈ കോണ്ടാക്റ്റിൽ പറയുന്നത്. അത് ഓരോ പിന്നെ നമ്മൾക്ക് ചില സമയത്ത് നമ്മൾ മെറ്റീരിയൽസിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് കൂകി വിളിക്കുന്നത് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ അവര് കാണിക്കുന്ന അടുപ്പം എല്ലാം നമുക്ക് ഈ ഒരു അവരുടെ നേച്ചർ, കോണ്ടാക്ട്, ആ ഒരു സ്വഭാവ രീതി, അത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഓരോ ആക്ടിവിറ്റി കൊടുക്കും. ഇതെല്ലാം അവരുടെ ഡെവലപ്മെന്റിന്റെ ഓരോ ഫാക്ടേഴ്സ് ആണ്, ഓരോ പോയിന്റ്സ് ആണ്, കോൺഫിഗറേഷൻസ് ആണ്. പിന്നെ ഒബീഡിയൻസ്, നെക്സ്റ്റ് വൺ ഒബീഡിയൻസ് പറയാണ്. കോണ്ടാക്ട് പറഞ്ഞത് ഓരോ ആക്ടിവിറ്റീസിലും കുട്ടി ഡിസോർഡർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനാണ് കോണ്ടാക്റ്റിൽ പറഞ്ഞത്. നെക്സ്റ്റ് ഒബീഡിയൻസ് ആരെങ്കിലും വിളിക്കുമ്പോൾ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അതെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കുട്ടി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇപ്പോ നമുക്ക് കാണാം, ഇങ്ങനെ ചില കുട്ടികൾ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് റെസ്പോണ്ട് ചെയ്യും. ചില കുട്ടികൾ വിളിച്ച ഭാഗത്തേക്ക് എണീറ്റ് പോകും. ചില കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് തുടങ്ങും. ഇത് റെസ്പോൺസിന്റെ പല പല ഭാഗങ്ങളാണ്. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇപ്പൊ നമ്മളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. നമ്മളൊരു ഡെമോ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അതെല്ലാം നോട്ട് ചെയ്യുക. കുട്ടി എപ്പോഴാണോ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഇപ്പൊ നമ്മൾ ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുമ്പേ ചിലർക്ക് ക്ഷമയുണ്ടാവില്ല, അങ്ങനെ ഓടിപ്പോയി നോക്കും. അതെല്ലാം ഒബീഡിയൻസിന്റെ നോട്ട് ചെയ്യാനുള്ള. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡെമോ കൊടുത്ത് കഴിഞ്ഞ് അവന് മെറ്റീരിയൽസ് എടുക്കാൻ പോയി മെറ്റീരിയൽസ് എടുത്ത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അതാണ് അവരുടെ ഒബീഡിയൻസ് ലെവൽ. ചില കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി അങ്ങനെ ചെയ്യാനായിട്ട് നോക്കും. അതാണ് അങ്ങനെ കമന്റ്സ് ചെയ്യാം, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ പല കാര്യങ്ങളും അക്യൂസെൻസ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് വിത്തൗട്ട് പ്രൊട്ടസ്റ്റ്. നമ്മുടെ ഒരു മനസാക്ഷി, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഉൾക്കൊള്ളുള്ളൂ. അത് എപ്പോഴാണ് നടക്കുന്നത്, ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടെ വേറൊരു കുട്ടിയും കൂടെ വന്നിരുന്ന് ചെയ്യുവാണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്.
പിന്നെ ഒബീഡിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കുട്ടിയിൽ ആ ഒബീഡിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എല്ലാവരിലും ആദ്യം തന്നെ ഒബീഡിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നില്ല, ചിലർക്ക് സമയമെടുക്കും. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ തന്നെ കുട്ടികൾ ഒബീഡിയന്റ് ആവണമെന്നില്ല. അവർ ചിലപ്പോൾ ഓടിച്ചാടി നടന്ന് തന്നെ ചെയ്യാനായിട്ട് നോക്കും. അതൊക്കെ ഡീവിയേറ്റഡ് എന്നുള്ളതിലാണ് വിടുന്നത്. അത് പിന്നെ നമ്മൾ ത്രൂ ആക്ടിവിറ്റീസ് ആണ് അവരിലത് മാറ്റിയെടുക്കുന്നത്. സന്തോഷത്തോടു കൂടിയാ ഒബേ ചെയ്യുന്നത്. ജോയസ്ലി ആൻഡ് അഡേൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോ പറയുന്നു ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യണം, അതൊക്കെ അവര് ഒബേ ചെയ്യും. അങ്ങനെ ഓരോ സ്റ്റേജും കുട്ടിയുടെ ഒബീഡിയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ സ്റ്റേജസ് ആണ് ഈ ഓരോന്നും. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചാടി പുറപ്പെട്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പൊ അത് ഏറ്റവും താഴത്തെ ലെവലില് പറഞ്ഞു കഴിയുമ്പോഴേക്കും അതിനനുസരിച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ആരെങ്കിലും ഇന്റർവ്യൂൻ ചെയ്ത് കഴിഞ്ഞ് ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, പ്രൊട്ടസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഒബീഡിയൻസ് നല്ലൊരു ഓർഡറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, സന്തോഷത്തോടു കൂടി ഒബേ ചെയ്യുന്നു. അതെല്ലാം നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ പല ഡിഗ്രിയിലായിരിക്കും ഈ ഒബീഡിയൻസ്. ആദ്യത്തെ ചിലപ്പോ അതായത് പറഞ്ഞതിന് മുമ്പ് തന്നെ ചാടി കയറി ചെയ്യാൻ തുടങ്ങുന്നത് മേ ബി 1 2 അല്ലെങ്കിൽ ഒരു ആഴ്ച മുഴുവൻ കാണിക്കും. പിന്നെ പതുക്കെ ഇരിക്കാൻ തുടങ്ങും, അനുസരിക്കാനായിട്ട് തുടങ്ങും ആ ഒരു ഒബീഡിയൻസ്. പിന്നെ സന്തോഷത്തോടു കൂടി അത് ഒബീഡിയന്റ് ആകാനായിട്ട് തുടങ്ങും. ഈ ഒരു ഡിഗ്രീസ്, ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളും അത് ശരിയായി വരുന്നതും ഒക്കെ നമുക്ക് നോട്ട് ചെയ്യും. ഇത് അവരുടെ ആക്ടിവിറ്റി ഡെവലപ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ അവരുടെ കോണ്ടാക്ട്, അവരുടെ ആ ഒരു ബിഹേവിയർ പാറ്റേൺ അതിൽ ചേഞ്ചസ് വരാനും ഒക്കെ കാരണമാകും. ഇനി മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ റോൾസ് ആണ് നടക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ അവരൊരു ഒബ്സർവർ ആണ്, നല്ല രീതിയിൽ അവർ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ റോൾസ്. ഒബ്സർവർ കൂടാതെ അവർക്ക് മെനി അതർ റോൾസ് ഉണ്ട്, ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് അതായത് പ്രിപ്പയറർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി എൻവയോൺമെന്റും എക്സാംപ്ലറും. അപ്പം ഈ ഒരു റോളില് ഫസ്റ്റ് 2 നമുക്ക് പറയുന്നുണ്ട്. ഒരു പ്രിപ്പയറർ, അതായത് ആ ഒരു കുട്ടിയുടെ നീഡ്സ് അനുസരിച്ച് ആ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അവർ നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കണം, ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അതൊന്ന് വായിക്കും. ആ രണ്ടെണ്ണം. യെസ്, ആരോളെ? ഞാൻ വായിക്കാം. The roles of Montessori teacher. In addition to her role as an observer, a Montessori teacher has many other roles. 1. Prepare and communication of the environment. The teacher serves the preparer and communicator of the environment for the child. She is responsible for the ambience and order of the classroom, the display and conditions of material and programming of the activity, challenges and changes of space to meet child individual necessity. 2. Exemplar. The Montessori teacher serves as an exemplar in the environment, thus encouraging the child's own development. She must strive for flexibility, warmth, and love for life. She must be physically alluring for children's attention and respect. The teacher also must be attractive, tidy and clean, calm and dignified, for her appearance is the first step to gaining the child's confidence and respect. So care of one's own person must form part of the environment in which the child lives. The teacher herself is the most vital part of his world. The training of the spirit include 3 elements. They are, അത് വായിക്കണോ? വേണ്ട, അതിന്റെ നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ റോള്, പല റോളുകളും ഉണ്ട്. അവർ നല്ലൊരു ഒബ്സർവർ ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്രിപ്പയറർ, അവർ ആ എൻവിയോൺമെന്റ് പ്രിപ്പയർ ചെയ്യണം. ആ എൻവിയോൺമെന്റുമായിട്ട് കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കണക്ട് ചെയ്യണം. പലപ്പോഴും ജനറലി അവർ ആ എൻവിയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ വരുന്ന കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് ആ എൻവിയോൺമെന്റിൽ ചേഞ്ചസ് വരുത്തുന്നു.
ആ ഒരു സ്പേസിൽ കുട്ടിയുടെ ഇൻഡിവിജ്വൽ നെസസിറ്റി മനസ്സിലാക്കിയിട്ട് അവരത് ചേഞ്ചസ് വരുത്തുന്നു. എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നു. ക്ലാസ് റൂം നല്ല വെൽക്കമിങ് ആയിട്ട് അത് പ്ലസന്റ് ആയിട്ട് നല്ലൊരു ആംബിയൻസിലാക്കി വെക്കും. മെറ്റീരിയൽസ് എല്ലാം നല്ല കണ്ടീഷൻ ആയിട്ട് നല്ല രീതിയിൽ ആക്കി വെക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അവരെ കുട്ടികളുടെ ഇൻഡിവിജ്വൽ നെസസിറ്റി അനുസരിച്ച്. പിന്നെ അവർ നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കണം. ആ ഒരു എൻവയോൺമെന്റിലെ നല്ലൊരു എക്സാമ്പിൾ. കുട്ടികളെ എൻകറേജ് ചെയ്യണം അവരുടെ ഡെവലപ്മെന്റിന്. പിന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആ ഒരു വാം ലവ്, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുട്ടികളോട് നല്ല സ്നേഹത്തോടു കൂടി എല്ലാം ആയിരിക്കണം ഒരു പെരുമാറുന്നത്. ഒരു ഫിസിക്കലി അല്യൂറിങ്, അതായത് അട്രാക്റ്റീവ് എന്നുള്ള മീനിങ് ആണ്. എന്റെ മീനിങ് ഭയങ്കര സൗന്ദര്യം അങ്ങനെയല്ല, കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ ഫിസിക്കലി അവർ അട്രാക്റ്റീവ് ആയിരിക്കണം. കുട്ടികളുടെ അറ്റൻഷനും റെസ്പെക്റ്റും അവർക്ക് താനെ വന്ന് ചെയ്യണം. അതുപോലെ അവരുടെ രൂപത്തിലും ഭാവത്തിലും അവരുടെ രീതികളിലും ആ ഒരു ഭംഗി അവരെപ്പോഴും കാത്തു സൂക്ഷിക്കണം. വളരെ ഷാബി ആയിട്ട് മുഷിഞ്ഞ ഡ്രസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ലാണ്. ഞാൻ പറഞ്ഞില്ല, എന്റെ മോൻ 4th സ്റ്റാൻഡേർഡിലോ 5th സ്റ്റാൻഡേർഡിലോ മറ്റു പഠിക്കുമ്പോൾ ഇഷ്ടമുള്ളൊരു സയൻസ് ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പം എന്നും വന്നിട്ട് ആ ടീച്ചറെ പറ്റി കേട്ടോ എല്ലാം പറയുന്നത്. ഒരു ദിവസം വന്നിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു, ടീച്ചർ ഒന്നും ചിരിച്ചില്ല എന്ന്. അപ്പം അതൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കുന്നു ഓരോരോ കാര്യങ്ങൾ. കുട്ടികൾക്ക് വളരെ അവർക്ക് ആ ഒരു നമ്മളുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ, ആ ഒരു അടുപ്പം, ആ ഒരു ബോണ്ടിങ് എപ്പോഴും നിലനിൽക്കണം. അപ്പോഴാണ് അവരില് ഡിസിപ്ലിനും ഒബീഡിയൻസും ഒക്കെ വരുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. ഭയങ്കര മേക്കപ്പ് ഇട്ട് നടക്കുന്നൊന്നല്ല, ആ ഒരു പ്ലസന്റ് രീതി ആയിരിക്കണം. ടൈഡി ആൻഡ് ക്ലീൻ, ഒരു നല്ല ക്ലീൻ ഹൈജീൻ ആയിരിക്കണം. കാം ആൻഡ് ഡിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, ആവശ്യത്തിന് മാത്രം ആ ഒരു രീതിയിൽ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അപ്പിയറൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് കുട്ടികളുടെ കോൺഫിഡൻസും റെസ്പെക്റ്റും കിട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കെയർ ഓഫ് വൺസ് ഓൺ പേഴ്സൺ, അതായത് നമ്മളെ തന്നെ ആദ്യം കെയർ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. കുട്ടിയുമുണ്ട്, ആ ഒരു എൻവയോൺമെന്റിൽ കുട്ടിയുണ്ട്, ടീച്ചറുണ്ട്. അപ്പൊ ഒരു ഫെസിലിറ്റേറ്റർ ആ ഒരു വൈറ്റൽ പാർട്ട്, മോസ്റ്റ് വൈറ്റൽ പാർട്ട് ഓഫ് ദ വേൾഡ്. കാരണം കുട്ടിയെ കണക്ട് ചെയ്യുവാണ്, ഈ ഒരു എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നതും കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിലൊക്കെ ഓരോ സ്റ്റേജിലും കുട്ടിയെ ശരിയായ രീതിയിൽ ഒബ്സർവ് ചെയ്ത് കുട്ടിയുടെ നീഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. സോ ആ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് ആ ഒരു എൻവയോൺമെന്റിന്റെ ഒരു വൈറ്റൽ പാർട്ടാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് താഴെ ദ ട്രെയിനിങ് ഓഫ് ദ സ്പിരിറ്റ് ഇൻക്ലൂഡ്സ് 3 elements എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി. ടു സീ ചിൽഡ്രൻ ആസ് ഇൻഡിവിജ്വൽസ്. അവിടെ രണ്ടാമത്തെ പോയിന്റ് എലമെന്റ് ആയിട്ട് 2 അവിടെ ചേർക്കണം. മൂന്നാമത്തത് ഫെയ്ത്ത് ആണ്. പിന്നെ 3 എന്ന് പറഞ്ഞ ഗൈഡ് ടു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ. അത് 3 അല്ല, അത് ടോപ്പിക്കിന്റെ ഒരു ടൈറ്റിലാണ്, ഹെഡിങ് ആണ്. ഇവിടെ നമ്പറിങ്ങിൽ ഒരു മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരുന്നത്. 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പൊ ട്രെയിനിങ് ഓഫ് ദ സ്പിരിറ്റ് ഇൻക്ലൂഡ്സ് 3 elements. ഫസ്റ്റ് എലമെന്റ് ആണ് ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി. സെക്കൻഡ് എലിമെന്റ് ടു സീ ചിൽഡ്രൻ ആസ് ഇൻഡിവിജ്വൽസ്. തേർഡ് വൺ ഫെയ്ത്ത്. ഗൈഡ് ടു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആണ്. എങ്ങനെയാണ് നമുക്ക് സൈക്കോളജിക്കലി കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ നേരെ റീഡ് ചെയ്തിട്ടൊക്കെ വരാൻ പറ്റുകയാണെങ്കിൽ റീഡ് ചെയ്തിട്ട് വരും. അങ്ങനെ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും ടോപ്പിക് അങ്ങനെ ആയതുകൊണ്ട്. ഓക്കെ ഫൈൻ, നമുക്കെന്താ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടോ? എക്സാം ഡേറ്റ് ഒക്കെ കിട്ടിയല്ലോ അല്ലെ? സ്റ്റേറ്റ്മെന്റ് അതെന്താ അങ്ങനെ വരുന്നത്? എന്തോ ടേൺഡ് ഇൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിലാണോ? അതെ. ഹാൻഡ് ഇൻ വരുമ്പോഴാ കറക്റ്റ് എന്ന് തോന്നുന്നല്ലേ? സബ്മിറ്റ് ആവാത്ത ഹാൻഡ് ഇൻ പറയുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. സബ്മിറ്റ് ആവാത്തോണ്ടാണ് അങ്ങനെ വന്നത്. കുറച്ച് നാളെ ഇങ്ങനെ എല്ലാം ടേൺഡ് ഇൻ തന്നെ പറഞ്ഞാണോ കാണിക്കുന്നേ? അതെ, 3-4 എണ്ണം അങ്ങനെ വന്നു. അപ്പൊ നോക്കിയിട്ടില്ല അല്ലേ അത്? അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, തന്നിട്ടില്ലേ തസ്നീം ഈ ഒരു മൊബൈൽ നമ്പർ തന്നിട്ടില്ലേ, അതിലേക്ക് ഷെയർ ചെയ്യൂ വാട്സാപ്പിൽ. വാട്സപ്പില് ഷെയർ ചെയ്തതൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഒരു ബാച്ചിന്റെ ഇല്ല, 19 ബാച്ച് വരെയുള്ളവരുടെ അസൈൻമെന്റ് ഒക്കെ കിടക്കുന്നു.
നമുക്ക് ആക്ടിവിറ്റിയും അസൈൻമെന്റ്സും നിറയെ വേണം. നമ്മുടെ കോഴ്സിന്റെ ഭാഗം അതാണ്. അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, നിങ്ങൾ സ്വയം അത് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. മാർക്കൊക്കെ സെക്കൻഡറി. എനിവേ മാർക്ക് ഇട്ടാലും വൈവയ്ക്ക് വരുമ്പോൾ റാൻഡം ആയിട്ട് ഒരു അസൈൻമെന്റ് എടുത്തിട്ട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ പെർഫോമൻസ് വെച്ചിട്ടാണ് അസൈൻമെന്റ് വാല്യൂ ചെയ്യുന്നത്. പറയുമ്പോൾ എനിക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടി എന്നിട്ട് ഇതിന് മാർക്ക് കുറഞ്ഞൊരു കൺസേൺ വന്നെങ്കിലോ എന്ന് ചെയ്യാൻ പറഞ്ഞതാ. നമ്മൾ ആ ഒരു വൈവയിൽ നിങ്ങൾ ആ അസൈൻമെന്റ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. ഒരെണ്ണായിരിക്കും ചോദിക്കുക, പക്ഷെ അത് മതി നമുക്ക് ഓവറോൾ എങ്ങനെയായിരിക്കാം അസൈൻമെന്റുകളെ നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് മനസ്സിലാവും. മിസ്സേ ഓൺലൈൻ വൈവിക്ക് അപ്പൊ എന്തായാലും ഒരു സെമിനാർ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും അല്ലേ? PG ആണോ സുജിത? അതെ. PG ക്ലാസ്സിൽ സെമിനാർ ചെയ്തിട്ടില്ലെങ്കിൽ, PG ക്ലാസ്സിൽ PG റിലേറ്റഡ് ടോപ്പിക് സെമിനാർ ചെയ്തിട്ടില്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിരിക്കുക. വൈവ സമയത്ത് 2 മിനിറ്റ്സിലൊന്ന് ബ്രീഫ് ചെയ്യാം. ചെയ്തിട്ടുണ്ട്, സെമിനാർ ക്ലാസ് പോലെ ചെയ്തിട്ടുണ്ട്. അഥവാ സെമിനാർ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിക് വൈസ് അല്ലേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ? അതെ അതെ. സെമിനാർ അവതരിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ക്ലാസ്സിൽ അതിനൊരു ഇത് കിട്ടുവാണെങ്കിൽ ക്ലാസ്സിൽ തന്നെ ചെയ്യൂ. ക്ലാസ്സിൽ ചെയ്യാൻ പറ്റാത്തവരുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എന്തായാലും റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നിട്ട് വൈവ ടൈമിൽ അതൊന്ന് 2 മിനിറ്റ്സിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ എന്നാ എൻ്റെ പേര്. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am.